ദി സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റ്സുകളുമാണ്. അതിൽ ആദ്യം നമുക്ക് ടാക്സ് ഇവേഷൻ എന്താണെന്ന് നോക്കാം. When a person conceal his real income or withhold actual information regarding his income or make false claims so as to reduce the tax liability, it is called tax evasion. ടാക്സ് ഇവേഷൻ എന്നാൽ നികുതി വെട്ടിക്കുക എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ ഇൻകം തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കാണിച്ചുകൊണ്ട് ഹൈഡ് ചെയ്യുകയും അതും അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്രമക്കേടുകൾ വരുത്തുകയും ആക്ച്വൽ ഇൻകത്തിനെ കുറച്ച് കാണിക്കുകയും ചെയ്തുകൊണ്ട് ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ടാക്സ് ഇവേഷൻ അല്ലെങ്കിൽ നികുതി വെട്ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു വ്യക്തി ടാക്സ് ഇവേഷൻസ് നടത്തുന്നതെന്ന്. ഫസ്റ്റ് വൺ ഈസ് കൺസീൽ ആക്ച്വൽ സെയിൽസ് ഓർ ഹാവ് അൺറെക്കോർഡഡ് സെയിൽസ്. ഇത് ആക്ച്വൽ സെയിൽസ് കാണിക്കാതിരിക്കുകയോ സെയിൽസിനെക്കാട്ടി കുറച്ച് കാണിക്കുകയോ ചെയ്യുക. നെക്സ്റ്റ്, ക്ലെയിം അൺറിയൽ ഓർ ബോഗസ് എക്സ്പെൻസസ് ഓർ ലോസസ് എഗെയിൻസ്റ്റ് ഇൻകം. അതായത് എക്സ്പെൻസസ് ഉണ്ടായിന്ന് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുക. ആക്ച്വലി എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെങ്കിൽ അതിനുള്ള രേഖകൾ ഉണ്ടാക്കിയിട്ട് എക്സ്പെൻസ് ഉണ്ടായിന്ന് കാണിച്ചിട്ടുണ്ടാകും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. നെക്സ്റ്റ്, ചാർജ് പേഴ്സണൽ എക്സ്പെൻസസ് എഗെയിൻസ്റ്റ് ടാക്സബിൾ ഇൻകം. അതായത് അസസി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാകും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. ഫോൾസ് ക്ലെയിംസ് ഫോർ ചാരിറ്റബിൾ ഡൊണേഷൻസ് ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. അതായത് സെക്ഷൻ 80G പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാരിറ്റബിൾ ഡൊണേഷൻസ് നൽകിയിട്ടുണ്ടെന്ന് വരുത്തി തീർത്തിട്ടുണ്ടാകാം. നെക്സ്റ്റ്, നോൺ ഡിസ്ക്ലോഷർ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്. അതായത് അസറ്റ്സുകൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ഇൻഫർമേഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. ഫസ്റ്റ് വൺ ഈസ് ബിനാമി ട്രാൻസാക്ഷൻസ്, ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻസ് ത്രൂ സംബഡി എൽസ്. അതായത് ടാക്സ് വെട്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു തേർഡ് പാർട്ടിയെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇടപാടുകൾ നടത്തുക. നെക്സ്റ്റ് ടോപ്പിക്, ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് അവോയ്ഡൻസും ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്. അതായത് നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് അസസി മനസ്സിലാക്കിയതിന് ശേഷം ആ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഇതൊരു ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി തന്നെയാണ്. കാരണം നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസിലൂടെ ഒരു വ്യക്തി ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുകയാണ്. അതേസമയം ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് ഇല്ലീഗൽ, ഇമ്മോറൽ ആൻഡ് ആൻറ്റി സോഷ്യൽ പ്രാക്ടീസാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു സാലറീഡ് അസസി അദ്ദേഹത്തിൻ്റെ ഇൻകം, അതായത് കുറച്ച് ഇൻകം ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീംസിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായിട്ട് ടാക്സ് എക്സംഷൻസ് കിട്ടും. ഈ ഒരു പ്രാക്ടീസ് അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടാക്സ് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ടാക്സ് പ്ലാനിങ്. Person can reduce his tax liability by utilizing the deductions, exemptions, rebate and relief allowed in the acts and rules. പ്ലാനിങ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. അങ്ങനെയാണെങ്കിൽ ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഡിഡക്ഷൻസ്, എക്സംഷൻസ്, റിബേറ്റ് ആൻഡ് റിലീഫ് ഇവയെല്ലാം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ടാക്സ് പ്ലാൻ ചെയ്യുന്നതിനെയാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ ടാക്സ് പ്ലാനിങ്. ടാക്സ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ടാക്സ് പ്ലാനിങ് ഈസ് പോസിബിൾ ഓൺലി if the assessee has thorough knowledge of tax laws. അതായത് അസസി ടാക്സ് പ്ലാൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ടാക്സ് ലോസിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. സെക്കൻഡ്, ടാക്സ് പ്ലാനിങ് മസ്റ്റ് നോട്ട് ബി അറ്റംപ്റ്റഡ് ഫ്രം ടാക്സ് വ്യൂ പോയിന്റ് alone. Other economic and financial implications of tax planning must be analyzed. അതായത് ടാക്സ് പ്ലാനിങ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ടാക്സ് വ്യൂ പോയിന്റിൽ മാത്രം എടുക്കരുത്, അതിൻ്റെ എക്കണോമിക് ആസ്പെക്റ്റും ഫിനാൻഷ്യൽ ആസ്പെക്റ്റൂടെ കൺസിഡർ ചെയ്യേണ്ടതാണ്.
എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല സേവിങ് സ്കീംസിലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, പ്രത്യേകിച്ചും ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന് എക്കണോമിക്കായിട്ടുള്ള ബെനിഫിറ്റും ഫിനാൻഷ്യൽ ആസ്പെക്റ്റും കൂടി കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ്, ടാക്സ് പ്ലാനിങ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ദി പ്രൊവിഷൻസ് ഓഫ് അതർ ടാക്സ് ലോസ്. ടാക്സ് പ്ലാനിങ് ചെയ്യുന്ന വ്യക്തി ഡയറക്റ്റ് ടാക്സ് മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഇൻഡയറക്റ്റ് ടാക്സ് ലോസും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ലോസൊക്കെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം വേണം ടാക്സ് പ്ലാനിങ് ചെയ്യാൻ. Next, tax planning not only involve claiming all available deductions, rebate, relief and exemptions, but include the selection of best financial management scheme. ടാക്സ് പ്ലാൻ ചെയ്യുന്നത് ഡിഡക്ഷൻസും റിബേറ്റും റിലീഫും എക്സംഷൻസും ഒക്കെ ലഭിക്കാൻ വേണ്ടി മാത്രമാകരുത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻകത്തിനെ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഓരോ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ. ദ ലാസ്റ്റ് വൺ ഈസ് എഫിഷ്യൻറ്റ് ടാക്സ് മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ടാക്സ് പ്ലാനിങ്. അതായത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു നല്ല മാനേജ്മെൻറ്റും അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ടാക്സ് മാനേജ്മെൻറ്റ്. ടാക്സ് പ്ലാനിങ് ഈസ് നോട്ട് പോസിബിൾ വിതൗട്ട് പ്രോപ്പർ ടാക്സ് മാനേജ്മെൻറ്റ്. അതായത് ടാക്സ് പ്ലാനിങ് നടപ്പിലാക്കണമെങ്കിൽ നല്ലൊരു ടാക്സ് മാനേജ്മെൻറ്റും ആവശ്യമാണ്. ടാക്സ് മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് കോംപ്ലയൻസ് ഓഫ് ദി ലീഗൽ റിക്വയർമെൻറ്റ്സ് ഇൻ കണക്ഷൻ വിത്ത് ദി ടാക്സ്. അതായത് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ലീഗലി പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ അതിൽ ടാക്സ് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു അസസി കൃത്യമായിട്ട് ടാക്സ് പ്ലാനിങ് എല്ലാം ചെയ്തു വെച്ചു, പക്ഷേങ്കിൽ അദ്ദേഹം കറക്റ്റായിട്ട് റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ടാക്സ് പ്ലാൻ ചെയ്തതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് പ്രയോജനമുണ്ടായത്? അവിടെയാണ് ടാക്സ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകത വരുന്നത്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ടാക്സ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് TDS, ദറ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TDS ഈസ് കമ്പൽസറി ഇൻ ദ കേസ് ഓഫ് സാലറീസ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഡിവിഡൻഡ്, വിന്നിംഗ് ഫ്രം ലോട്ടറീസ് ഓർ ക്രോസ്വേർഡ് പസിൽസ്, വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ്, എക്സെട്ര. എന്താണ് TDS? TDS എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇൻകം എവിടെയാണോ ജനറേറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഇൻകം കൊടുക്കുന്നതിനെയാണ് TDS എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സാലറിയുടെ പേഴ്സൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സാലറിയുടെ ടാക്സ് ആ കൺസേൺഡ് എംപ്ലോയർ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഇൻകം കൊടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ സാലറി നൽകുന്നതിനെയാണ് TDS എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ് ലോട്ടറി വിൻ ചെയ്യുക. അപ്പോൾ ലോട്ടറി വിൻ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ടാക്സ് ഓൾറെഡി പിടിച്ചതിന് ശേഷം, അതായത് 30% ആണ് ടാക്സ് വരുന്നത്. ആ ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന് ലോട്ടറിയിൽ നിന്നുള്ള ഇൻകം ലഭിക്കുക. TCS അല്ലെങ്കിൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. The seller should collect a tax at source from the buyer of alcoholic liquor, forest produce, etc. provided in section 206C. അതായത് ആൽക്കഹോളിക് ലിക്വറൊക്കെ സെല്ല് ചെയ്യുന്ന വ്യക്തികൾ ബൈ ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിനെയാണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതായത് സെല്ലർ ബയറിൽ നിന്ന് ഈടാക്കുന്ന ടാക്സാണ് TCS എന്ന് പറയുന്നത്. നോർമലി 1% ആണ് TCS വരുന്നത്. നെക്സ്റ്റ്, പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അതായത് അസസി കൃത്യമായിട്ട് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയും റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്തിരിക്കണം. കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പെനാൽറ്റി വരുന്നതാണ്. നെക്സ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഏതൊരു അസസിയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. കൃത്യമായിട്ട് ഇൻകം ടാക്സ് ആക്ട് അല്ലെങ്കിൽ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്. 2016-17 അസസ്മെൻറ്റ് ഇയർ തൊട്ട് ഏതൊരു ബിസിനസ് സ്ഥാപനവും 1 crore മുകളിൽ ഗ്രോസ് റെസിപ്റ്റ് ഉണ്ടെങ്കിൽ ഓഡിറ്റ് കമ്പൽസറിയാണ്. അതേപോലെ തന്നെ പ്രൊഫഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ 50 lakhs മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവിടെയും ഓഡിറ്റ് കമ്പൽസറിയാണ്. Payment of certain sums. Following cases, the amount should be paid on or
ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം. അതായത് റിട്ടേൺ ഓഫ് ഇൻകം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചില എമൗണ്ടുകളൊക്കെ കൃത്യമായിട്ട് പേ ചെയ്തിരിക്കണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, interest on loan or advance from scheduled banks, etc. Next, fulfillment of condition to claim or retain a deduction. അസസിക്ക് ചില കേസിൽ ഡിഡക്ഷൻ ലഭിക്കണമെങ്കിൽ അത് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ആ കണ്ടീഷൻസ് ആ കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇൻകം ടാക്സ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ആ ഡിഡക്ഷൻ ലഭിക്കുകയില്ല. Next, furnishing the return of income. The assessee must ensure that the return of income is furnished on or before the due date. അതായത് അസസി ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. എങ്കിൽ അദ്ദേഹത്തിന് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസസ് ക്ലെയിം ചെയ്യാനോ പിന്നീട് പീനൽ ഇൻട്രസ്റ്റ്, ഫൈൻ, പെനാലിറ്റി ഒക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. Every assessee should keep complete and reliable supportive documents for all the relevant tax files. അതായത് ടാക്സ് ഫയൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കൃത്യമായിട്ട് രേഖകളും അസസി കീപ്പ് ചെയ്തിരിക്കണം. അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, റെക്കോർഡ്സ്, വൗച്ചേഴ്സ്, ബിൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല ടാക്സ് മാനേജ്മെൻറ്റിന് അത്യാവശ്യമാണ്. നെക്സ്റ്റ്, റിവ്യൂ ഓഫ് ഓർഡേഴ്സ്. അസസിയുടെ ഒരു റൈറ്റാണ് ഇൻകം ടാക്സ് ഓർഡേഴ്സ് റിവ്യൂ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ അപ്പീൽ ചെയ്യുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുക എന്നത്. ടാക്സ് മാനേജ്മെൻറ്റിൻ്റെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് TDS, TCS, പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്, ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്, പേയ്മെൻറ്റ് ഓഫ് സർട്ടൻ സംസ്, fulfillment of conditions to claim or retain a deduction, furnishing the return of income, documentation and maintenance of records, and a review of orders. Next, need for tax planning. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ ഈസ് റിഡക്ഷൻ ടാക്സ് ലയബിലിറ്റി, ദാറ്റ് മിനിമൈസേഷൻ ഓഫ് ലിറ്റിഗേഷൻ. ഒരു അസസിയെ സംബന്ധിച്ചിടത്തോളം ടാക്സ് മിനിമൈസ് ചെയ്യുക എന്നതും അതേസമയം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ടാക്സ് കളക്ട് ചെയ്യുക എന്നതാണ്. ബെറ്റർ ടാക്സ് പ്ലാനിങ്ങിലൂടെ ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് പ്രോപ്പറായിട്ട് ടാക്സ് പ്ലാൻ ചെയ്യുമ്പോൾ അസസിക്ക് അദ്ദേഹത്തിൻ്റെ ഫണ്ടുകൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ചാനലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, ഹെൽത്തി ഗ്രോത്ത് ഓഫ് എക്കണോമി. Economic development of a country depends upon the financial growth of its citizens. Tax planning play an important role in the development of backward districts and backward states. Next one is employment generation. Next, limitations of tax planning. This one is the tax laws are amended frequently. Therefore, the taxpayers cannot ensure that the tax advantages presently available will continue in future. അതായത് നിയമങ്ങൾ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ ഒരു ടാക്സ് ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. നെക്സ്റ്റ്, an assessee might be forced to shoulder additional financial burden to utilize the scheme of tax planning. അതായത് ടാക്സ് പ്ലാൻ ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ല എങ്കിൽ കൂടിയും പല സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അത് അധിക ബർഡനായിട്ട് വരികയും ചെയ്യുന്നു. Next, it is a comprehensive scheme and therefore one should be aware of other direct tax laws as well as other economic laws like partnership law, company law, etc. അതായത് ടാക്സ് പ്ലാൻ ചെയ്യുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ലോയെ പറ്റി നല്ല അറിവുണ്ടായിരിക്കണം. അത് എക്കണോമിക് ലോസ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ലോസ്, കമ്പനി ലോസ്, എക്സെട്ര. Next, proper tax planning is possible only with the help of experts in the field of accounting, taxation and law. അതായത് ടാക്സ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എക്സ്പേർട്ടിൻ്റെ ആവശ്യം വരും. എക്സ്പേർട്ടിൻ്റെ സർവീസ് റിസീവ് ചെയ്യുമ്പോൾ അതിന് അഡീഷണൽ ഫിനാൻഷ്യൽ ബർഡൻ അസസിക്ക് ഉണ്ടാകുന്നതാണ്. നെക്സ്റ്റ്, ടാക്സ് ഇൻസെൻറ്റീവ്സ് ആർ അലൗഡ് ഓൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ്. സംടൈംസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫുൾഫിൽ ദോസ് കണ്ടീഷൻസ്. അതായത് ടാക്സ് ഇൻസെൻറ്റീവ്സ് ലഭിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് കറക്റ്റായിട്ട് ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പലപ്പോഴും അസസിക്ക് സാധിച്ചെന്ന് വരികയില്ല. ദ ലാസ്റ്റ് വൺ, ടാക്സ് പ്ലാനിങ് മേ ലീഡ് ടു ഡിസ്ക്രിമിനേറ്ററി ലെവി ഓഫ് ടാക്സ്. ടാക്സ് പ്ലാനിങ് ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അപ്പോൾ ഒരേ ഇൻകം ലഭിക്കുന്ന 2 വ്യക്തികളെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ ടാക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, മറ്റൊരു വ്യക്തി ടാക്സ് പ്ലാൻ ചെയ്യുന്നുമില്ല എങ്കിൽ 2 വ്യക്തികൾക്കും ലഭിക്കുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തു വരുന്ന ടാക്സ് ലയബിലിറ്റി വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടുകളായിരിക്കാം. അതായത് കൃത്യമായി ടാക്സ് പ്ലാൻ ചെയ്ത വ്യക്തിക്ക് ടാക്സ് ലയബിലിറ്റി കുറവും മറ്റേ വ്യക്തിക്ക് ലയബിലിറ്റി കൂടുതലുമായിരിക്കും. ടാക്സ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.